ഔറത്ത് മറയ്ക്കാതെ വുളു എടുത്താൽ ആ വുളു സ്വഹീഹാകുമോ, അത് ശരിയാകുമോ? വുളു ശരിയാകുവാൻ ഔറത്ത് മറയ്ക്കൽ ഷർത്താണോ അല്ലെങ്കിൽ നിർബന്ധമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം, വുളു സ്വഹീഹാകുവാൻ ഔറത്ത് മറയ്ക്കേണ്ടുന്ന ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരമൊരു ഷർത്ത് വുളു സ്വഹീഹാകാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു ഷർത്ത് നബിയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, അഥവാ ആരെങ്കിലും വുളു എടുക്കുകയാണെങ്കിൽ അവർ അവരുടെ ഔറത്ത് മറയ്ക്കട്ടെ എന്ന രൂപത്തിലുള്ള വാക്കുകളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ നബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ അപ്രകാരം പറയാമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഷർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബികളിൽ നിന്നും വ്യക്തമായ നിലക്ക് വരാത്തതിനാൽ വുളു സഹീഹാകുവാൻ ഔറത്ത് മറക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദിക്കുകയുണ്ടായി, ഒരാൾക്ക് ഔറത്ത് മറക്കാതെ വുളു എടുക്കാമോ? അതിന് അദ്ദേഹം നൽകിയ മറുപടി, ലാ നഅലമു ഹറജൻ ഫീ ദാലിക്, അതിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായി നമുക്ക് അറിവില്ല. ഇദാ തവദ്ദഅ വഹുവ ആരിൻ ലാ ഹറജ ഫീ ദാലിക്, ഒരാൾ നഗ്നനായി അഥവാ പൂർണ്ണ നഗ്നനായി തന്നെ വുളു എടുത്താൽ അതിൽ കുഴപ്പമൊന്നുമില്ല, അത് വുളുവിനെ ബാധിക്കുകയില്ല. എന്നാൽ വ ഇൻ ലബിസ സുമ്മ തവദ്ദഅ ഫഹുവ അഹ്സനു വ അക്മൽ, എന്നാൽ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഔറത്ത് മറച്ചുകൊണ്ടാണ് വുളു എടുക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും അഹ്സനായിട്ടുള്ളത്, ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ളത്. അപ്പോൾ അത് വുളുവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ഒരു അദബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്രകാരം പറയാനുള്ള കാരണം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒരാൾ നഗ്നനായി അല്ലെങ്കിൽ ഔറത്ത് മറയ്ക്കാതെ വുളു എടുത്താൽ ആ വുളു സഹീഹാണോ അല്ലേ എന്നത് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്, ഏറ്റവും അഫ്ളലായത് ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ വുളു എടുക്കലാണ്. അതിനുള്ള കാരണം നമുക്ക് സഹീഹായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം തിർമിദി ഹസൻ എന്ന് വിശേഷിപ്പിച്ച, ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസൻ എന്ന് വിശേഷിപ്പിച്ച, മറ്റു ചില പണ്ഡിതന്മാർ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് ഇബ്നു മാജയിലും അതേപോലെ തന്നെ അബൂദാവൂദിൻ്റെ സുനനിലുമെല്ലാം കാണാൻ സാധിക്കും. ആ ഹദീസിലുള്ളത് അൻ ബഹ്സ് ബിൻ ഹക്കീമിൻ അൻ അബീഹി അൻ ജദ്ദിഹി, അഥവാ മുആവിയ ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് ഔറാത്തുനാ മാ നഅതി മിൻഹാ വമാ നദർ, ഞങ്ങളുടെ ഔറത്ത് അത് ഞങ്ങൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഇഹ്ഫള് ഔറതക്, നീ നിൻ്റെ ഔറത്തിനെ സൂക്ഷിക്കുക, ഇല്ലാ മിൻ സൗജതിക ഔ മാ മലക്കത് യമീനുക്, നിൻ്റെ ഭാര്യയിൽ നിന്നൊഴികെ അല്ലെങ്കിൽ നിൻ്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീയിൽ നിന്നൊഴികെ. അക്കാലഘട്ടത്തിൽ അവരെ ഇണകളായി സ്വീകരിക്കുവാൻ ഇസ്ലാം അവർക്ക് അനുവാദം നൽകിയിരുന്നു. അപ്രകാരം നിങ്ങളുടെ ഇണകളായി പരിഗണിക്കപ്പെടുന്ന ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് ഒഴികെ നിങ്ങൾ നിങ്ങളുടെ ഔറത്തിനെ സംരക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇദാ കാന അഹദുനാ ഖാലിയൻ, ഞങ്ങളുടെ അടുക്കൽ ആരുമില്ല, ഒറ്റക്കാണ്. അങ്ങനെ ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ ഔറത്ത് വെളിവാക്കാമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഖാല അല്ലാഹു അഹഖു അൻ യുസ്തഹ്യാ മിൻഹു മിനന്നാസ്, ജനങ്ങളെക്കാൾ നിങ്ങൾ ആ വിഷയത്തിൽ ലജ്ജ കാണിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം ധരിച്ചാൽ ഔറത്ത് കാണുകയില്ല എന്ന അർത്ഥത്തിലല്ല. നമുക്കറിയാം അള്ളാഹു എല്ലാം കാണുന്നവനാണ്. എന്നാൽ വിശ്വാസികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നു. തൻ്റെ അടിമകൾ ഔറത്ത് മറയ്ക്കുകയും അത്തരം വിഷയത്തിൽ അദബ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആരോരുമില്ലെങ്കിലും റഹ്മാനായ റബ്ബ്, അവൻ്റെ നോട്ടം എല്ലായിടത്തുമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒറ്റക്കാണെങ്കിലും ഔറത്ത് അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ മറയ്ക്കുകയാണ് വേണ്ടത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാര്യമാർക്കിടയിലോ മറ്റോ അതേപോലെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഔറത്ത് വെളിവാക്കുന്നതിൽ കുറ്റമില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുമില്ലാത്ത സന്ദർഭത്തിലും ഔറത്ത് മറയ്ക്കലാണ് ഉത്തമമെങ്കിൽ പിന്നെ വുളുവിനെ പോലെയുള്ള ഒരു വലിയ ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഔറത്ത് മറച്ചുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളത് വളരെ നല്ല ഒരു അദബിൽപ്പെട്ടതാണ്. എന്നാൽ ഒരിക്കലും തന്നെ അത് വുളുവിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ടതല്ല. ഒരാൾ നഗ്നനായിക്കൊണ്ട് വുളു എടുത്താലും ആ വുളു സഹീഹാണ്. എങ്കിലും നമ്മൾ ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവണം.